ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ഞാനൊരു പാർട്ടിമെൻറ്റിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി ഫുഡ് ഐറ്റംസേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പം നമ്മുടെ ഹോൾ ചിക്കൻ ഇൻ ബാർബിക്യൂ സോസ് സത്യം പറഞ്ഞാൽ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള ഫുഡുകൾ അത്യാവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാഷ്ഡ് പൊട്ടറ്റോയും കൂടി ഞാൻ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചിക്കൻ ഇൻ ബാർബിക്യൂ സോസ്. അപ്പോൾ അതെന്തായാലും വീഡിയോ കണ്ടിട്ട് അതേപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ അന്നത്തെ ദിവസം ഡിന്നറിന് ഇതേ കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ പാസ്ത ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ പാസ്ത ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പ്രയറിന് ശേഷം ഞാൻ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഫ്രഷ് പാഴ്സലി ലീവ്സ് കിട്ടിയിട്ടാണ്. അപ്പോൾ ചിക്കനൊക്കെ ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പാസ്ത ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. പാസ്ത എപ്പോഴും ടൊമാറ്റോ പേസ്റ്റിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ടൊമാറ്റോ ഒരു 3-4 നന്നായിട്ട് ബോയിൽ ചെയ്ത് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അടിച്ചെടുത്തതിന് ശേഷം അത് നന്നായിട്ട് വേവിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറി അതിലേക്ക് പാസ്ത ഇട്ട് വേവിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനെന്തായാലും ബോയിൽ ചെയ്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചോപ്ഡ് ഗാർലിക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ടൊമാറ്റോയുടെ പീസ് നന്നായിട്ട് വഴറ്റി അതിലേക്ക് ചില്ലി ഫ്ലേക്സും അതേപോലെ ഫ്രഷ് പാഴ്സലി ലീവ്സൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ടൊമാറ്റോയുടെ പച്ചമണം മാറി വരണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. അതിനൊരു പച്ച കുത്തുണ്ട്, അതൊന്ന് മാറിയെടുക്കാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുക്കിംഗ് ക്രീമും വേണമെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല ക്രീമാക്കി എടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് അതിലേക്ക് വേവിച്ച പാസ്ത ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ചീസൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൊമാറ്റോ പാസ്ത റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പാസ്തയുടെ ഒരു കാര്യം, നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയി പോവും. നമുക്ക് കുറച്ചൊരു തിക്കായിട്ടുള്ള രീതിയിലാണ് നമുക്ക് പാസ്ത ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാസ്ത വേവിച്ച് കഴിഞ്ഞിട്ട് ഊറ്റിക്കളയുന്ന വെള്ളം ഉണ്ടല്ലോ, അതൊരിക്കലും വേസ്റ്റിൽ ഒഴിക്കരുത്. അത് മാറ്റി വെക്കണം കേട്ടോ. കാരണം കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ചൂടാക്കി സെർവ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് ആ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് റെഡിയായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ലിവ 2026 കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് അബുദാബിക്ക് പോവുകയാണ്. വെക്കേഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ലോങ് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ ഞങ്ങളെല്ലാം രാത്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പാസ്തയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അതേപോലെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. കൊണ്ടുപോകാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രീ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ഓർമ്മയിലുള്ള സാധനങ്ങളൊക്കെ എല്ലാം എടുത്തു വെച്ചു. അതേപോലെ അവിടെ ഒരു ടെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇക്കാടെ ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ മുമ്പിലും പുറകിലൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 10-11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചെങ്കിൽ കൂടി അത് നടന്നിട്ടില്ല. കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങാനും എല്ലാ സംഭവങ്ങളൊക്കെ എടുത്തു വെക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ടെൻറ്റിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, പില്ലോയാണെങ്കിലും ബെഡ്ഷീറ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരു ദിവസത്തേക്കാണെങ്കിലും 3 കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ അത്യാവശ്യം സാധനങ്ങൾ നമ്മൾ കരുതണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ലേറ്റായി. പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഒരു 3 മണിയോടുകൂടി അബുദാബിയിലെത്തി. അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ മന്തി കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലും കയറാറോ പോകാറോ ഇല്ല. കാരണം വീട്ടിൽ അത്യാവശ്യം മന്തിയായിട്ട് മജ്ബൂസായിട്ടൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കഴിക്കാൻ അങ്ങനെ ക്രേവിങ്സ് ഉണ്ടാവാറില്ല. സത്യം പറഞ്ഞാൽ ഞാൻ നാടനാണ് എപ്പോഴും വാങ്ങിക്കാറ്. അതല്ലെങ്കിൽ എന്തെങ്കിലും കോണ്ടിനെൻ്റലായിട്ടുള്ള ഫുഡുകളാണ് എനിക്കിഷ്ടം. പക്ഷെ ഇന്ന് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കൊതിയാണ് വരുന്നത്. അതേപോലെ നല്ലൊരു മന്തി ഷോപ്പ് കിട്ടി. മട്ടനും അതേപോലെ ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് പിന്നെയും യാത്രയായി. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെ ഇക്കാക്ക് ചെറുതായിട്ട് ഉറക്കവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും വണ്ടി ഓടിക്കാനായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഹാസിമ ഫുഡ് അടി കഴിഞ്ഞ് നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരം വണ്ടി ഓടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരം ഡ്രൈവ് ചെയ്തു. 4 മണിക്കൂറാണ് നമുക്ക് ദുബായിൽ നിന്ന് കാണിക്കുന്നത്. എന്നാലും എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നിസ്കരിക്കാനും അതേപോലെ ഫുഡൊക്കെ കഴിക്കാനൊക്കെ നിർത്തിയൊക്കെ പോകുന്നത് കൊണ്ട് കുറച്ച് ലേറ്റ് ആവും. അതേപോലെ ലേറ്റായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ ഒരു 5 മണി സമയത്ത് അവിടെ ചെന്നാലാണ് അവിടുത്തെ കറക്റ്റ് ഒരു വൈബ് കിട്ടുള്ളൂ. ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു.
വണ്ടിയുടെ അകത്തെ വലിയ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ടാണ് കേട്ടോ. ഹംദാൻ ഇഷ്ടമുള്ള പാട്ട് ഹാറൂന് ഇഷ്ടാവില്ല, ഞങ്ങൾ രണ്ടുപേരും വെക്കുന്ന പാട്ട് പിള്ളേർക്ക് ഇഷ്ടാവില്ല, അങ്ങനത്തെ ചില പ്രശ്നങ്ങളാണ്. അങ്ങനെ അവസാനം പിള്ളേർക്ക് ഇഷ്ടമുള്ളത് കുറച്ചു നേരം വെക്കും, അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെക്കും. അങ്ങനെയൊക്കെയാണ് ഒരു കോംപ്രമൈസിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാലും ചില സമയത്ത് എല്ലാവരുമായിട്ടൊരു ഇടി കാര്യങ്ങളൊക്കെ വരും. ഇക്കായും ഹാസിമും നന്നായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറോളം. അപ്പോൾ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഡെസേർട്ടാണ് കേട്ടോ. നമ്മുടെ ദുബായ് വിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. രണ്ട് സൈഡും ഒരേപോലെ ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സ്പീഡാണ് കേട്ടോ. എല്ലായിടത്തും ക്യാമറ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു പരിധി കൂടുതൽ സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ ക്യാമറ അടിക്കും, നമുക്ക് ഫൈൻ വരും. അപ്പോൾ അതുകൊണ്ട് എത്ര കാലിയായിട്ടുള്ള റോഡാണെങ്കിലും ആ സൈഡിൽ കാണുന്ന ആ 1 കിലോമീറ്ററിലല്ലാതെ പോകാൻ പാടില്ല. ചില സ്ഥലങ്ങളിൽ 120 ഒക്കെ ഓക്കെയാണ്, 140 കിലോമീറ്റർ വരെ പോവാം. പക്ഷേ ചില സ്ഥലങ്ങളിൽ 60 കിലോമീറ്ററിൽ നിന്ന് മുകളിലേക്ക് പോകാനേ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണമെന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് ഫൈൻ കിട്ടുമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് വഴിയില്ല. അപ്പോൾ ക്യാമറ എവിടെയൊക്കെയാണ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളൊരു ഷേപ്പും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതനുസരിച്ച് കുറേ വണ്ടി ഓടിച്ചു. പിന്നെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി വണ്ടി ഓടിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ കയറി. അങ്ങനെ ലിവയുടെ ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു എക്സ്പെക്റ്റേഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. റീൽസിലൊക്കെ ഒന്നും അല്ല കേട്ടോ, ഇത് നേരിട്ട് തന്നെ കാണാനുണ്ട്. കാരണം അത്യാവശ്യം ഒരു ഡെസേർട്ട് ഏരിയ മൊത്തം ഇങ്ങനെ വണ്ടികളുടെ റേസിങ്ങും ഷോപ്പുകളും ആളുകളും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഒരു ലോകം മൊത്തം ജനങ്ങളാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ GCC കൺട്രീസിൽ നിന്നുള്ള ആളുകളും ഇവിടെ റേസിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഞെട്ടിപ്പോയിട്ടാണ് സത്യം പറഞ്ഞാൽ കണ്ടിട്ടുണ്ടെങ്കിൽ. കാരണം അത്രയ്ക്ക് ആളുകളായിരുന്നു. ഞങ്ങൾ ഓൺലൈൻ വഴി ഒരു ടെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ എന്താ എങ്ങനെയാണെന്നൊന്നും യാതൊരു ഐഡിയ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എവിടെയാണോ നിൽക്കണത് അവിടെ തന്നെ നിന്ന് കുറച്ച് നേരം ഫയർ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബുക്ക് ചെയ്തവരുടെ നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ആകെ അതിൻ്റെ ഒരു റെസിപ്റ്റാണുള്ളത്. പിന്നെ വണ്ടികൾ പാർക്കിങ്ങിനാണെങ്കിലും ഫുള്ള് ടൈറ്റാണ് കേട്ടോ. അപ്പോൾ വണ്ടി എവിടെയെങ്കിലും ഇടാന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അങ്ങനെ കുറച്ചൊക്കെ കറങ്ങി വണ്ടി ഇടാനായിട്ടൊരു സ്പേസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ വേഗം തന്നെ അവിടെ പാർക്ക് ചെയ്തു. പിന്നെ ടെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് കേട്ടോ റേസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ ഡെസേർട്ട് സഫാരിയിലൊക്കെ കാണുന്ന ആ ഒരു ഡെസേർട്ടിലുള്ള റൈഡല്ല, അതിനേക്കായൊക്കെ ഭയങ്കര റൈഡുകളാണ്. ഇവിടെ ഒരുപാട് വണ്ടികൾ തീ പിടിക്കലും മരണവും കാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. എന്നാലും വണ്ടീനോട് ഇഷ്ടവും ക്രേസും ഉള്ള ആളുകൾ ഇവിടെ വരാതിരിക്കില്ല, അത്ര ഒരു വൈബാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ എവിടെയാണെന്നുള്ള ഏകദേശ ധാരണയൊക്കെ ആയിട്ടുണ്ട്. ഇനി വണ്ടിയിൽ നിന്ന് ഒരുപാട് ലോഡും കാര്യങ്ങളൊക്കെ നമുക്ക് അൺലോഡ് ചെയ്യാനുണ്ട്. അങ്ങനെ അതൊക്കെ പുറത്തേക്ക് ഇറക്കി വെച്ചു. അവരുടെ വണ്ടിയിലാണ് നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ടെൻറ്റുകൾ താഴെയും മുകളിലും ഉണ്ട്. നമ്മൾ മുകളിലുള്ള ടെൻറ്റാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു. അവരുടെ വലിയൊരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് പിന്നെ പിള്ളേരൊക്കെ അതിൽ കയറി എല്ലാവരും മുകളിലേക്ക് പോവാണ് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട് മുകളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വണ്ടിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോകുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള സാധനങ്ങളും ഞങ്ങളൊക്കെ ആയിട്ട് ടെൻറ്റിലേക്ക് ആദ്യം എത്തി. നമ്മൾ കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് സെറ്റ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് പിന്നെ കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ഗ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രില്ലിങ്ങിൻ്റെ എല്ലാ സംഭവങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മോളിൽ ചെന്ന ഉടനെ ഞങ്ങൾ ഗ്രില്ലിങ് സ്റ്റാർട്ട് ചെയ്തു. ഡെസേർട്ടിൻ്റെ ഏറ്റവും ഹൈറ്റിലായിട്ടാണ് കേട്ടോ നമ്മുടെ ടെൻറ്റ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് നിർബന്ധമാണ്. പക്ഷെ ഭാഗ്യത്തിന് ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു.
ടെൻറ്റിൻ്റെ അകത്ത് ലൈറ്റ് ഉണ്ടെങ്കിലും കുറച്ച് കുറവായിരുന്നു കേട്ടോ വെളിച്ചവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് എടുത്തത് എന്തായാലും ഭയങ്കര നന്നായി. ബാക്കിയുള്ള ടെൻറ്റുകളുടെ ഭാഗത്തെല്ലാം ഭയങ്കരമായിട്ട് ഇരുട്ടാണ് കേട്ടോ രാത്രിയായി കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഫസ്റ്റ് ചെന്ന പാടെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ആക്കി അങ്ങനെ പയ്യതേ ഗ്രില്ലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പിള്ളേർ മണ്ണ് കണ്ടപ്പോൾ തന്നെ അറിയാലോ, മണ്ണിൽ കളിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു വീക്ക്നെസ്സാണ്. ഹംദാൻ അടക്കം ഇതേ മണ്ണിലേക്ക് ഉരുണ്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും താഴെയായിട്ടാണ് കേട്ടോ ടോയ്ലറ്റ്. നമ്മുടെ ടെൻറ്റുകൾ മുകളിലും താഴെയുള്ള ടെൻറ്റുകളാണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ സൈഡിലായിട്ടാണ് റേസിങ്ങും കാര്യങ്ങളൊക്കെ. വണ്ടികളുടെ സൗണ്ട് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. 24 hours അവിടെ റേസിങ്ങിന് വണ്ടി ഉണ്ടാവും. വെളുപ്പിനൊക്കെ ആണെങ്കിലും ഞാൻ എണീറ്റ് വന്ന സമയത്ത് ഒരു 5-6 വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനവിടെ യാതൊരു മുടക്കമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. January 4th ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇതെന്തായാലും ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ്. എന്തായാലും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കാരണം കാണാത്തൊരുപാട് കാഴ്ചകളും പുതിയ അനുഭവങ്ങളൊക്കെ ആയിരുന്നു അവിടെ. അതേപോലെ ഞങ്ങളുടെ ഒരുമിച്ചുള്ളൊരു യാത്ര മാത്രമല്ല, വിൻ്ററിൽ ടെൻറ്റിൽ എവിടെയെങ്കിലും താമസിക്കണമെന്നുള്ളതും ഒരാഗ്രഹമായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ലക്ഷ്യമാക്കിയിട്ടാണ് ഇത് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ചിക്കൻ ഗ്രില്ലിങ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതേ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പല ഷേപ്പിലും, ലിവയുടെ ഷേപ്പിലും കിളികളുടെ ഷേപ്പിലും പല പല സംഭവങ്ങൾ ആകാശത്ത് ഇതേ മിന്നി മറിഞ്ഞ് വന്നുകൊണ്ടിരിപ്പുണ്ട്. ഭയങ്കര കളർഫുള്ളായിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു നമ്മൾ നിൽക്കുന്നിടത്തുനിന്നത് കാണാൻ വേണ്ടിയിട്ട്. പിള്ളേരൊക്കെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ അതേ ചിക്കൻ്റെ പരിപാടികളിലേക്ക് കടന്നു. പിള്ളേർ കളിയും അതിൻ്റെ ഇടയിൽ ഫുഡ് അടിയൊക്കെ നടക്കുന്നുണ്ട്. ഇത് പ്ലാൻ ചെയ്ത് അന്ന് തുടങ്ങിയൊക്കെ പറയുന്നതാണ് കേട്ടോ, ഒരു ലിസ്റ്റ് റെഡിയാക്കാനായിട്ട്. കാരണം നമ്മൾ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അത്യാവശ്യം സംഭവങ്ങൾ നമ്മൾ മിസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ ലിസ്റ്റ് എഴുതുന്നും പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനത് വലിയ കാര്യമാക്കി എടുത്തില്ല. ഈ അബുദാബി വരെ പോകാനായിട്ട് ഇപ്പോൾ ലിസ്റ്റ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്ത് വരുമ്പോഴാണ് അത്യാവശ്യം സ്പൂണില്ല, അതേപോലെ പല പല സാധനങ്ങളുടെയും മിസ്സിങ് അപ്പോഴാണ് കേട്ടോ മനസ്സിലാവണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും, പ്രത്യേകിച്ച് ഗ്രില്ലിങ്ങിന് എവിടെയെങ്കിലും 1 day സ്റ്റേക്കൊക്കെ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നേരത്തെ തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സാധനങ്ങൾ, കുറേ സാധനങ്ങൾ പെൻഡിങ് ഉണ്ടായതുകൊണ്ട് അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. അങ്ങനെ പോയി വന്ന് അവർ ഫുഡൊക്കെ കഴിച്ച്, നമ്മളൊരു സ്റ്റേക്കേഷനോ അല്ലെങ്കിൽ നമ്മളൊരു റിസോർട്ടിൽ താമസിക്കാനാണെങ്കിൽ ഓക്കെ, നമുക്ക് അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് ഗ്രില്ലിങ്ങിനോട് പേഴ്സണലി തീരെ താല്പര്യമില്ല. കാരണം നമ്മൾ ലേഡീസിനെ സംബന്ധിച്ച് നമ്മൾ 3 നേരം നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും കുക്ക് ചെയ്തേ മതിയാവും. ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഫ്രീ ആയിട്ടിരിക്കാനും റിലാക്സ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇക്കാനെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ്. അവർ വല്ലപ്പോഴും കിച്ചണിൽ കയറുന്ന ആളുകളാണ്. ഇക്കാവ് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, ഗ്രില്ലിങ്ങിന് പോകുന്നതിനോടും ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ രണ്ടും 2 മൈൻഡാണ്. അപ്പോൾ ആളുടെ ഒരു ഇതുകൊണ്ടാണ് ഗ്രില്ലിങ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിലേക്ക് വന്നത്. ഞാനാണ് ഒരു ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ ഒരിക്കലുമില്ല. ഞാനിവിടെ വന്ന് തൊട്ട് താഴെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്, അവിടെ നിന്ന് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കുകയുള്ളായിരുന്നു. റീൽസൊക്കെ കണ്ട് ഞാൻ 2-3 ഷോപ്പുകളൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊന്നും ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. കാരണം അത്യാവശ്യം ചിക്കൻ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഒരു 11-12 മണി വരെ ഗ്രില്ലിങ്ങും ഫുഡ് അടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. വയറ് ഫില്ലായി കഴിഞ്ഞപ്പോൾ തന്നെ താഴേക്ക് പോകാനൊക്കെ ആയിട്ട് ഭയങ്കര മടിയായി. പിള്ളേരൊക്കെ ഇവിടെ ആക്കിയിട്ട് ഞങ്ങളൊന്ന് നടക്കാൻ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അവസാനം ഒരു ചായയും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ സന്തോഷം. ആ ചായയൊക്കെ ആയിട്ട് ഈ ഒരു വ്യൂ ഒക്കെ കണ്ടത് ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. പിള്ളേരുടെ മേലും എല്ലായിടവും നല്ല മണ്ണാണ്. പക്ഷെ കുളിപ്പിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ താഴെയുണ്ട്. പക്ഷേ കുളിപ്പിച്ചിട്ട് കാര്യമില്ല, ഹാസിമ് പിന്നെ മണ്ണിലേക്ക് പോകുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം പിള്ളേരെ കിടത്തി ഉറക്കി ഞങ്ങളും ഒരു 2 മണിയോടുകൂടി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ വീഡിയോയും ഇതിൻ്റെ ചുറ്റും ഒന്ന് കാണണമെന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ അലാറം വെച്ച് എഴുന്നേറ്റിട്ടുണ്ട്. എൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്ത് വന്ന് നോക്കിയതാണ്. ആ രാവിലത്തെ ഒരു സൈലൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും രാവിലെ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഉള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വലിയൊരു മരുഭൂമിയുടെ നടുക്ക് ഒരു ടെൻറ്റിൽ ആ ഒരു കാഴ്ച അടിപൊളിയായിരുന്നു. പക്ഷേ സൗണ്ട് ആസ് യൂഷ്വൽ അവിടെ നടക്കുന്നുണ്ട്. കാരണം അവിടെ 5-6 വണ്ടികൾ ഈ ഒരു വെളുപ്പിന് സമയത്തും റൈഡ് ചെയ്യുന്നുണ്ട്.
അവിടെ ചെന്ന് നിന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സൗണ്ട് ഇതാണ് കേട്ടോ. കണ്ടിന്യൂസ് ഈ ഒരു സൗണ്ടായിരിക്കും. രാത്രി കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എനിക്കൊക്കെ എവിടെ കിടന്നാലും ഉറങ്ങാനൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞേയില്ല. പക്ഷെ ഇക്കായൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് കേട്ടോ. ചെറിയൊരു സൗണ്ട് കേട്ടാൽ ഉറക്കം പോകുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു എന്നാണ് കേട്ടോ പറയണത്. ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, നന്നായിട്ട് തന്നെ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്. പിള്ളേരൊക്കെ നല്ല ഉറക്കമാണ്. ഒരു 11:30-12 മണിയോടുകൂടി നമുക്ക് മടങ്ങണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ രാത്രി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും നമുക്ക് താഴെ പോയി കഴിക്കാം. പക്ഷേ കുട്ടികളൊക്കെ ആയിട്ട് താഴേക്ക് നടന്ന് പോവുക എന്നുള്ളത് കുറച്ചൊരു പണിയുള്ള കാര്യമാണ്. മുകളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ കുട്ടികളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക എന്നുള്ളതാണൊരു മടി. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. ഒരു 9:30-10 മണിയോടുകൂടി പിള്ളേരൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഒരു കട്ടൻ ചായയിലൊക്കെ ഞങ്ങൾ പയ്യെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുട്ടികൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ന്യൂഡിൽസിൻ്റെ പാക്കറ്റും അതേപോലെ മുട്ടയും ബ്രെഡും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ രീതിയിൽ ലൈറ്റ് കുക്കിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ അതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. വെയിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻറ്റിൽ നിൽക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നല്ല ചൂടാണ്. ഫാനോ AC കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. നമുക്ക് ഒട്ടും ടെൻറ്റിൻ്റെ അകത്ത് ഇരിക്കുക എന്നുള്ളത് പോസിബിളേ അല്ല. അപ്പോൾ എത്രയും വേഗം ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പോണ വഴിക്ക് ആ ലിവയുടെ വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം എന്നുള്ളതൊക്കെയാണ് പ്ലാനിങ്. പിന്നെ മൈലാഞ്ചി ഇടുക എന്നുള്ളത് എൻ്റെ നിർബന്ധമാണ്. എൻ്റെ ഫ്രണ്ട് നന്നായിട്ട് മെഹന്തി ഇട്ട് തരും. അപ്പോൾ അവളെ കൊണ്ടൊന്ന് മൈലാഞ്ചിയൊക്കെ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് ബാക്കിയുള്ള സംഭവങ്ങൾ കൊണ്ടുപോകാനുള്ളതെല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റോടുകൂടി നമ്മുടെ വണ്ടി വന്നു. ഞങ്ങൾ താഴെ എത്തി. നമ്മുടെ സാധനങ്ങളൊക്കെ അതേ കാറിലേക്ക് കയറ്റി. ഞങ്ങൾ ഒരുമിച്ചൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡെസേർട്ടിൻ്റെ നടുക്ക് എവിടെയെങ്കിലും നല്ല സ്പോട്ടിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അതേപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു റൈഡ് നടക്കുന്നതിൻ്റെ അവിടെ വന്നതാണ് കേട്ടോ. പല പല ഗ്രൂപ്പുകളായിട്ട് ഒരുപാട് ടൈപ്പ് വണ്ടികൾ കാണാം കേട്ടോ. നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് വണ്ടികൾ, 4 വീലറുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പല GCC കൺട്രികളിൽ നിന്നും ആളുകൾ ഇവിടെ വന്ന് റൈഡ് നടത്തുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത്രയും വലിയൊരു ഏരിയ ആണെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇതിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഏക്കർ കണക്കിന് സ്ഥലത്തായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, മരുഭൂമിയിലായിട്ട്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ലിവ. ഒരു 1 ടൈമെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതേപോലെ ലിവയുടെ സ്റ്റിക്കർ കിട്ടും കേട്ടോ നമുക്ക് വണ്ടിയിൽ ഒട്ടിക്കാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് എന്തായാലും ഒരു ലോങ് ഡ്രൈവാണ് ഇനി അങ്ങോട്ടേക്ക്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഷോപ്പുകളും കാര്യങ്ങളൊന്നും കിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സ്നാക്സും ഐസ്ക്രീമും ഒക്കെ വാങ്ങി. പിന്നെ വണ്ടികൾ റേസ് നടക്കുന്നതിൻ്റെ അടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് കുറേ നേരം അതൊക്കെ കണ്ട് അങ്ങനെ ഒരു 12:30-1 മണിയോടുകൂടി നമ്മൾ അവിടെ നിന്ന് പോന്നു. പോരുന്ന വഴിക്ക് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലോഹർ അസറും കൂടി ഞങ്ങൾ ജമ്മാക്കി നിസ്കരിച്ചു. അങ്ങനെ ലിവയുടെ ഏരിയയിൽ നിന്ന് പോരാൻ വേണ്ടിയിട്ട് ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലെത്താനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ലിവയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.